ടീമിലെ ഏറ്റവും നിർഭാഗ്യവനായ താരമാണ് സഞ്ജു സാംസൺ. പലതവണ മികവ് തെളിയിച്ചിട്ടും പല കാരണങ്ങളാൽ സെലക്ടർമാർ സഞ്ജുവിനെ തഴയാറുണ്ട്. ഇന്ത്യക്ക് T20 ലോകകപ്പ് കിരീടം നേടിക്കൊടുത്തിട്ടും സഞ്ജുവിൻ്റെ സ്ഥിരതയും സാങ്കേതിക പിഴവുമെല്ലാം കാരണമാക്കി വീണ്ടും സെലക്ടർമാർ തടയാൻ ശ്രമിക്കുകയാണ്. അവസാന സിംബാബ്വെ T20 പരമ്പരയിൽ ഇക്കാരണം പറഞ്ഞാണ് ഇന്ത്യ സഞ്ജുവിനെ തടഞ്ഞത്. 2022 T20 ലോകകപ്പിൽ ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിക്കുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. സഞ്ജു തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. തന്നെ തടയുന്ന സെലക്ടർമാർക്കെതിരെ സഞ്ജു കഴിഞ്ഞ ദിവസം തുറന്നു പറച്ചിൽ നടത്തിയത് വലിയ ചർച്ചയാവുകയും ചെയ്തു. സഞ്ജു ഇപ്പോൾ 2 T20 ലോകകപ്പ് കിരീടമടക്കം നേടിയെങ്കിലും വലിയ വെല്ലുവിളികളെ ഇക്കാലയളവിൽ മറികടക്കേണ്ടി വന്നു. സഞ്ജുവിനെ തുടക്കകാലത്ത് പിന്തുണച്ചിരുന്ന പലരും ഇന്ത്യൻ ടീമിനുള്ളിൽ സഞ്ജുവിന് വേണ്ടത്ര പിന്തുണ നൽകിയില്ലെന്ന് പറയാം. ഇത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി രാഹുൽ ദ്രാവിഡിനെയാണ് ചൂണ്ടിക്കാട്ടാനാവുക. സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്ററെ വളർത്തിയതിൽ നിർണായക പങ്കുവഹിച്ചതാണ് ദ്രാവിഡ്. രാജസ്ഥാൻ റോയൽസിലൂടെയാണ് സഞ്ജു സാംസൺ IPL അരങ്ങേറ്റം നടത്തുന്നത്. അന്ന് രാജസ്ഥാന്റെ പരിശീലകനായി ദ്രാവിഡായിരുന്നു ഉണ്ടായിരുന്നത്. സഞ്ജുവിന് അവസരങ്ങൾ നൽകി വളർത്തിയത് ദ്രാവിഡാണ്. എന്നാൽ ഇന്ത്യയുടെ പരിശീലകനായി ദ്രാവിഡ് വന്നപ്പോൾ ഈ പിന്തുണ സഞ്ജുവിന് ലഭിച്ചില്ല. ദ്രാവിഡിന് കീഴിൽ 17 T20 മാത്രമാണ് സഞ്ജുവിന് ലഭിച്ചത്. ഇതിൽ കളിക്കാൻ അവസരം ലഭിച്ചത് 10 മത്സരത്തിൽ മാത്രമാണ്. 2024 T20 ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിനെ കളിപ്പിക്കാതെ ബെഞ്ചിലിരുത്തി. ഇതേ സഞ്ജു 2026 ഗൗതം ഗംഭീർ പരിശീലകനായപ്പോൾ ഇന്ത്യക്കായി ലോകകപ്പ് കളിക്കുകയും 3 അർദ്ധ സെഞ്ചുറികളോടെ കപ്പിലേക്ക് എത്തുകയും ചെയ്തു. സഞ്ജുവിന് വേണ്ടത്ര പിന്തുണ ദ്രാവിഡ് ഇന്ത്യൻ ടീമിൽ നൽകിയിട്ടില്ലെന്ന് പറയാം. രണ്ടാമതായി രവിശാസ്ത്രിയെ പറയാം. ഇന്ത്യയുടെ മുൻ താരവും പരിശീലകനുമായിരുന്നു രവിശാസ്ത്രി. അദ്ദേഹം കമന്റേറ്ററായിരുന്ന സമയത്ത് സഞ്ജുവിന് വലിയ പിന്തുണയാണ് നൽകിയിരുന്നത്. എന്നാൽ ശാസ്ത്രി ഇന്ത്യയുടെ പരിശീലകനായപ്പോൾ സഞ്ജുവിന് കാര്യമായി പിന്തുണ നൽകിയെന്ന് പറയാനാവില്ല. കൂടുതലും ഋഷഭ് പന്തിനാണ് അവസരം ലഭിച്ചത്. സഞ്ജു സാംസൺ ചിലപ്പോൾ ടീമിൽ വന്നെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചത് വളരെ വിരളമായാണ്. കേരളത്തിൽ ഇന്ത്യ കളിച്ചപ്പോൾ പോലും സഞ്ജുവിനെ രവിശാസ്ത്രി കളിപ്പിച്ചിരുന്നില്ല. ഇത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. തിരുവനന്തപുരത്ത് സഞ്ജുവിനെ കരക്കിരുന്ന് കളി കാണേണ്ടി വന്നത് സഞ്ജുവിനെയും നിരാശപ്പെടുത്തിയെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ പരിശീലന സ്ഥാനം ഒഴിഞ്ഞ ശേഷം രവിശാസ്ത്രി മലയാള താരത്തെ പ്രശംസിച്ച് സംസാരിച്ചിരുന്നു. IPL CSK സഞ്ജു സെഞ്ചുറി നേടിയപ്പോഴും അദ്ദേഹം പ്രശംസിച്ചു. എന്നാൽ പരിശീലനമായിരുന്നപ്പോൾ ഇന്ത്യൻ ടീമിൽ വേണ്ടത്ര പിന്തുണ നൽകിയില്ല. ഇന്ത്യയുടെ മുൻ നായകൻ വിരാട് കോഹ്ലിയും സഞ്ജുവിന് വലിയ പിന്തുണ നൽകിയില്ല. 2015 സഞ്ജു അന്താരാഷ്ട്ര T20 വരവറിയിച്ചത്. ആ ഘട്ടത്തിൽ MS ധോണിയായിരുന്നു ഇന്ത്യൻ നായകൻ. പിന്നീട് വിരാട് കോഹ്ലി നായകനായപ്പോൾ സഞ്ജുവിന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. കോഹ്ലി സഞ്ജുവിനെ പിന്തുണക്കുന്ന നായകനായിരുന്നില്ല. എന്നാൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനായപ്പോൾ അല്പം പിന്തുണ കിട്ടി. എന്നാൽ സൂര്യകുമാർ ക്യാപ്റ്റനും ഗൗതം ഗംഭീർ പരിശീലനമായതോടെയാണ് സഞ്ജുവിന് കൂടുതൽ അവസരം ലഭിച്ചതെന്ന് നിസ്സംശയം പറയാം. തഴയലുകളും മാറ്റിനിർത്തലുകളും സഞ്ജു സാംസന് പുതിയതല്ല. പ്രതിഭയുണ്ടായിട്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോഴും മാറ്റിക്കൊണ്ട് മറുപടി നൽകുക മാത്രമാണ് സഞ്ജു ചെയ്തത്. സെലക്ടർമാരുടെയും മുൻ കോച്ചുമാരുടെയും നിലപാടുകൾ എന്തൊക്കെയായാലും ഗൗതം ഗംഭീറിന് കീഴിൽ സഞ്ജു തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി മുന്നിലുള്ളത് 2028 T20 ലോകകപ്പാണ്. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങളുടെ കാറ്റിൽ സഞ്ജുവിന് അർഹിച്ച സ്ഥാനം സ്ഥിരമായി ലഭിക്കുമോ അതോ പഴയ ചരിത്രം ആവർത്തിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.